ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാക്കറോൺസ് റെസിപ്പി ആയിട്ടാണ്. ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ടാണ് സാധാരണ മാക്കറോൺസ് ഉണ്ടാക്കിയെടുക്കാറ്. ഇന്ന് നമുക്ക് ആൽമണ്ട് ഫ്ലോർ ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാക്കറോൺസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൽ ചേർക്കാനുള്ളതൊക്കെ ഒന്ന് മെഷർ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് ഐസിങ് ഷുഗറാണ്, അതായത് പൊടിച്ച പഞ്ചസാരയാണ്. അതൊരു 110 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം, അതായത് 70 ഗ്രാം മൈദ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കിച്ചൺ സ്കെയിൽ ഉണ്ടെങ്കിൽ അതിൽ മെഷർ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആൽമണ്ട് ഫ്ലോറിന് പകരമായിട്ടാണ് ഞാൻ മൈദ യൂസ് ചെയ്തത്. ആൽമണ്ട് ഫ്ലോർ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, പിന്നെ മൈദ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നതുമാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയിൽ എന്തെങ്കിലും തരി ബാക്കിയുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നുകൂടെ അരിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് 70 ഗ്രാം മുട്ടയുടെ വെള്ള വേണം, അതായത് 2 വലിയ കോഴിമുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എഗ് വെയിറ്റ് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 12 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ച മുട്ടയാവണം, അതായത് ഒട്ടും തണുപ്പുണ്ടാവാനായിട്ട് പാടില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അതായത് 45 ഗ്രാം പഞ്ചസാരയാണ്. അപ്പോൾ ഇതെല്ലാം കിച്ചൺ സ്കെയിലിൽ തന്നെ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി വലിയൊരു ബൗൾ എടുക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് നമ്മുടെ ഈ എഗ് വെയിറ്റ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പതഞ്ഞ് വരുന്നവരെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ എഗ് വെയിറ്റ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നവരെ ഈ എഗ് വെയിറ്റിനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലുള്ള ജെൽ ഫുഡ് കളറാണ്. അപ്പോൾ മാക്രോൺസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ജെൽ ഫുഡ് കളർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കൊരു പിങ്ക് കളറുള്ള മാക്രോൺസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. കളറൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മൈദയും പഞ്ചസാരയും കൂടെ ഉള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് പോകും. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫിഗർ 8 ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ സ്പാച്ചില വെച്ചിട്ട് 8 എന്ന് എഴുതിയാൽ ബ്രേക്കായി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അപ്പോൾ ഈ മാക്രോൺസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൗണ്ട് ടിപ്പുള്ള ഒരു നോസിലാണ്. നമുക്ക് ഈ ബാറ്റർ ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി ഒരു ബട്ടർ പേപ്പർ വിരിച്ച ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിത് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മാക്കറോൺ ഷീറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ബട്ടർ പേപ്പറിൻ്റെ താഴെ വട്ടത്തിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ പൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് നേരെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാക്കറോൺസും പൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രേ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേ പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്തെടുത്താൽ മാത്രമേ ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവുകയുള്ളൂ. അപ്പോൾ കുറച്ച് എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാതെ മുകളിൽ തന്നെ നിൽപ്പുണ്ടാവും. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അതൊന്ന് പൊട്ടിച്ച് കളയണം. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും വിട്ടുപോകരുത്, കാരണം മാക്രോൺസിൽ ഒരുപാട് എയർ ബബിൾസ് ഉണ്ടായിരിക്കും. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ മാക്രോൺസ് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് മുകളിൽ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്.
ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ മാറ്റി വെച്ചാൽ മതിയാകും. നമ്മളിതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 13 തൊട്ട് 18 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ എൻ്റെ മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. കംപ്ലീറ്റ് ആയിട്ട് കൂളായതിനു ശേഷം നമുക്കിതിനെ ബേക്കിംഗ് പേപ്പറിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചൂടോടെ തന്നെ റിമൂവ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മാക്രോൺ ഷെൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ നേരത്തെ തന്നെ പൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ബട്ടർ ക്രീം ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാം വെച്ചും ന്യൂട്ടെല്ല വെച്ചും ഒക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബട്ടർ ക്രീം ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഈ ബട്ടറിനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീം കിട്ടും. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ബട്ടറും ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ഇതിനെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ മാക്രോൺസ് പൈപ്പ് ചെയ്യാൻ എടുത്ത അതേ നോസിൽ തന്നെയാണ് ഇതിനും വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ നോസിൽ പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ബട്ടർ ക്രീം ഫില്ല് ചെയ്തെടുക്കാം. ഈ മാക്രോൺസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ബട്ടർ ക്രീം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ന്യൂട്ടെല്ലായോ അല്ലെങ്കിൽ ജാമോ യൂസ് ചെയ്യാം. പിന്നെ ഈ ബട്ടർ ക്രീമിൻ്റെ കൂടെ തന്നെ ജാമും കൂടെ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ മാക്രോൺസ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി മാക്രോൺസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ഷെല്ല് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് മറ്റേ ഷെല്ല് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള ജെൽ കളർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.